മുണ്ടക്കയിൽ നിന്ന് കിലോമീറ്ററുകൾ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയ അരുൺ ഉരുൾപൊട്ടൽ അതിജീവനത്തിന്റെ മുഖമാണ്. ബോധം വരുമ്പോൾ കണ്ണു തുറക്കാൻ പറ്റിയിരുന്നില്ല. 2 സെക്കൻഡ് ശ്വാസമെടുക്കാൻ പറ്റിയതുകൊണ്ട് ജീവിച്ചേ പറ്റൂ എന്ന് തോന്നി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആത്മവിശ്വാസമേകിയെന്നും അതിജീവിച്ച് തിരികെ വരുമെന്നും അരുൺ 24-നോട് പറഞ്ഞു. ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവനത്തിൻ്റെ മുഖമാണ് അരുൺ. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ അരുൺ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുണിൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിജീവനം എത്രത്തോളം പ്രയാസകരമായിരുന്നു എന്ന്. ഞാൻ ചോദിക്കാൻ അന്നിരുന്നത് ഇതെങ്ങനെ അതിജീവിച്ചു, ആ ദിവസം ഓർമ്മയുണ്ടോ ആ രാത്രി എന്നുള്ളത്? തീർച്ചയായിട്ടും. എന്നിട്ട് 2 മണിയോടെ സംഭവം പൊട്ടി ഞാനാകെ ലോക്കായി പോയി. എന്നെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ വിളിക്കാൻ പോയത് അമ്മ. ആ സമയത്തായിരുന്നു അടുത്ത പൊട്ടൽ. അതോടുകൂടി എന്നെയും കൊണ്ട് പോയി ഏതൊരു കുഴിയിലാണ്. മുണ്ടക്കയിലായിരുന്നു. ബോധം വരുന്ന സമയത്ത് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലായി കുഴീൻ്റെ ഉള്ളിലാണ്. എന്തോ ഭാഗ്യത്തിന് ശ്വാസം എടുക്കാൻ പറ്റി. 2 സെക്കൻഡ് സാറ്റ് എടുക്കാൻ പറ്റി. ആ ശ്വാസത്തിനുള്ളിലാണ് ഞാൻ കുഴിയിൽ നിന്ന് കയറി വന്നു. എന്നെ കിട്ടിയ സ്പോട്ടിലേക്ക് ഞാൻ മണിക്കൂറുകളെടുത്തിട്ടാണ് എഴഞ്ഞ് വന്ന്. എന്നിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ഒരാൾ കാണാൻ വേണ്ടി മാത്രം. ഒരാൾ കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ കിടന്നു. ഒരാൾ കണ്ടല്ലോ, നമ്മൾ നാട്ടുകാരാണ്, എന്തായാലും രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് അവിടെ കിടന്നു. ആ ദൃശ്യങ്ങൾ സത്യത്തിൽ നമുക്ക് തന്നെ വിറങ്ങലിപ്പായിരുന്നു. അരുൺ അങ്ങനെ കണ്ടത് ഒരാൾ അത്രയും കഴുത്തറ്റ മുങ്ങി ചെളിയിൽ നിൽക്കുകയാണ് ആ രാത്രി എത്ര മണിക്കൂറുകൾ. അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. അത് തരണം ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കാൻ വരെ വയ്യാത്ത വിഷ്വൽസാണ്. ഭയങ്കര ഡേഞ്ചറായിരുന്നു. 4 മണിക്കൂർ അങ്ങനെ നിന്നിട്ട് അവിടെ എഴുന്നേഞ്ഞ് അവിടെ വന്നിട്ട് ഞാനൊരു 3-4 മണിക്കൂറോടെ എത്തിയിട്ടാണ് ഒരു 10-12 മീറ്ററെങ്കിലും പോകുന്നത്. പരിക്കായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും പരിക്കായിരുന്നു. കാലും പുറവും കൈയും എല്ലാം നല്ല പരിക്കായിരുന്നു. തലതെല്ലൊന്ന് ഉയർത്താം എന്നുള്ളത് മാത്രമായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടി. പിന്നെ അത് കളയാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് പോരാടി വയ്ക്കുക. ഇപ്പോൾ ഈ നിലയിലുണ്ട്. ശ്വാസം എടുക്കാൻ പറ്റിയാൽ തിരികെ വരും, മുന്നോട്ട് വരും. അങ്ങനെ കയറി വന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് പരിക്ക്? ഇപ്പോൾ ബെറ്റർ. വന്നതിനെക്കാട്ട് എത്രയോ ബെറ്ററായിട്ട്. ശരീരമാസകലം പാടുകളാണ്. 2 കാലും പൊട്ടലുണ്ടെന്ന്. അത് എല്ലിന് വരെ വേണ്ടിയിട്ട് സർജറി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ 2 ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനൊരു സർജറി വേറെ ഉണ്ട്. ബെറ്ററാണ്. 2-3 മാസം കൊണ്ടൊക്കെ ബെറ്റർ കഴിഞ്ഞാൽ തിരിച്ചു വരും. 3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമില്ല. ഒരു പോറൽ പോലും ഇല്ല. രക്ഷിക്കാൻ നോക്കിയതാണ് ഈ അപകടത്തിൽ. പ്രധാനമന്ത്രി എന്താ പറയുന്നത്? പ്രധാനമന്ത്രി ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിച്ചു. തോളത്തട്ടി ആശ്വസിപ്പിച്ചു. കൂടെ ഉണ്ടാകുന്നൊരു ഉറപ്പ് അദ്ദേഹം തന്നു. ഒരു കോൺഫിഡൻസ് ഉണ്ട്. തോളത്തട്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തോളത്തട്ടി അങ്ങനെ ഒരു ആത്മവിശ്വാസം തരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടുതലേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞ് കാല് ക്ലീൻ ചെയ്ത് സർജറി അല്ലേ? അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് സന്തോഷകരമായ കാഴ്ചയാണ് അരുൺ. നിങ്ങൾ ഈ ദുരന്തത്തിനിടയിലും അരുൺ അത്രത്തിൽ അതിജീവനത്തിൻ്റെ മുഖമാണ്. അരുണിനോട് സംസാരിക്കണമെന്ന് കരുതിയതാണ്. അരുണാണ് പറഞ്ഞത് 2.5 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ താൻ തിരിച്ചു വരും, നടന്നെത്തും, മുണ്ടക്കയിലേക്ക് വരും, ഈ ആരോഗ്യാവസ്ഥ ഒന്ന് ഭേദമാകട്ടെ എന്നുള്ളതാണ് അരുൺ പറഞ്ഞത്. വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 വയനാട്.